നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. വോട്ട് ചോരി ജനാധിപത്യ ധ്വംസനത്തിനെതിരെ ജനാധിപത്യ സംരക്ഷണ വേദിയുടെ നൈറ്റ് മാർച്ച്. വിവിധ കേന്ദ്രങ്ങളിൽ അഴീക്കോടൻ രാഘവൻ അനുസ്മരണം. തളിക്കുളത്ത് അംഗൻവാടികളിലേക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. വാർത്തകളിലേക്ക് വിശദമായി. വോട്ട് ചോരി ജനാധിപത്യ ധ്വംസനത്തിനെതിരെ ജനാധിപത്യ സംരക്ഷണ വേദിയുടെ ആഭിമുഖ്യത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ചന്ദ്രാപിന്നി സെന്ററിൽ നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ച് കാളമുറിയിൽ സമാപിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ജനാധിപത്യ സംരക്ഷണ വേദി ചെയർമാൻ അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, കൺവീനർ CJ പോൾസൺ, ട്രഷറർ CB അബ്ദുസമദ്, കോർഡിനേറ്റർ KK സക്കരിയ, വർക്കിംഗ് പ്രസിഡന്റ് MU ഉമറുൽ ഫാറൂഖ്, വർക്കിംഗ് സെക്രട്ടറി PM ഉസ്മാൻ, മറ്റ് ഭാരവാഹികളായ PM സൈനുൽ ആബ്ദീൻ, KA ബഷീർ, PM അബ്ദുറഹ്മാൻ കുട്ടി, BM നസീർ, KA അമീർ, PK നജമുദ്ദീൻ, TK ഉബൈദ്, TH അബ്ദുറഹീം തുടങ്ങിയവർ നേതൃത്വം നൽകി. ഡോക്ടർ J രാമചന്ദ്രൻ മാരിടൈം ഫൗണ്ടേഷൻ ആൻഡ് MAET യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും മികച്ച വിദ്യാലയത്തിനും പ്രിൻസിപ്പാളിനുമുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ചു. പഴുവിൽ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിനാണ് ഈ അധ്യയന വർഷത്തെ ഏറ്റവും മികച്ച വിദ്യാലയത്തിനുള്ള അവാർഡ് ലഭിച്ചത്. ഏറ്റവും മികച്ച സ്കൂൾ പ്രിൻസിപ്പാളായി ഡോക്ടർ KR അഭിലാഷ് തിരഞ്ഞെടുക്കുകയും ചെയ്തു. ട്രോഫിയും പ്രശംസാപത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ഒക്ടോബർ 15-ന് ചെന്നൈ AMET യൂണിവേഴ്സിറ്റിയിൽ വെച്ച് പുരസ്കാരം ഏറ്റുവാങ്ങും. ഉസ്താദ് നൌഷാദ് ബാഖവിയുടെ മദ്ഹ് റസൂർ വാർഷികം പ്രോഗ്രാമിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ മദ്ഹ് റസൂർ പെരിങ്ങോട്ടുകര AR മഹലിൽ നടത്തി. റിയാസ് അൻവരിയുടെ മൗലീദ് പാരായണത്തോടുകൂടി പരിപാടികൾ ആരംഭിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കോർഡിനേറ്റർ EM ബഷീർ അധ്യക്ഷനായി. AN നൌഷാദ് ബാഖവി ചിറയൻകീഴ് ഉദ്ഘാടനം ചെയ്തു. സൂഫി ഗായകൻ മൻസൂർ പുത്തനത്താണി ഇഷ്ക് മജ്ലിസിന് നേതൃത്വം നൽകി. ചടങ്ങിൽ മുഹമ്മദ് അലി താന്യം, സുൽഫിക്കർ ബാബു, കോൽപ്പറമ്പിൽ ബഷീർ, കക്കാട്ടുത്ത അസീസ് എന്നിവർ സംസാരിച്ചു. വിശ്വാസികളുടെ ആവേശമാണ്. അതിനെ തടയാനും തടുക്കാനും ദുനിയാവിൽ ഒരു ആളിനും ഒരു മഖ്ലൂക്കിനും കഴിയില്ല. ഈ ആവേശമാണ് പ്രിയപ്പെട്ട സ്വഹാബത്തിന് വലിയ ആനന്ദം പകർന്നത്. ഈ യുദ്ധത്തിൻ്റെ വേളകളിൽ, പ്രതിസന്ധി സമയങ്ങളിൽ, പട്ടിണി കിടക്കുമ്പോൾ, പരീക്ഷണ വേളകളിലെല്ലാം ഈ ആവേശം, ഈ ബൈത്തും പാട്ടുമൊക്കെ അവർക്ക് വല്ലാത്ത കുളിരേകിയിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു വിചാരിക്കുന്ന ഒന്ന് കഅബയാണ്, മറ്റൊന്ന് കൂടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്, പിന്നെ പ്രിയങ്കരനായ സഹാബികളുണ്ട്. അപ്പോൾ ആവേശം കയറിയിട്ട് രണ്ടുപേരും പാട്ടങ്ങോട്ട് പാടി. പാട്ട് പാടുമ്പോൾ എവിടെയാണെന്ന് നോക്കാതെ എപ്പോഴും പ്രതികരിക്കുന്ന ആളാണ് സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു റവാഹയുടെ ചുണ്ടിലേക്ക് കൈവച്ച് അമർത്തിയിട്ട് പറഞ്ഞു, അബ്ദുള്ള, ഇത് കഅബാലയമാണ്. ഒന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ വരുമ്പോഴാണ് നീ ഈ പാട്ട് പാടുന്നത്, കഅബയുടെ മുമ്പിലാണ് ഈ പാട്ട് പാടുന്നത്. ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടു. എന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ തകൃതാളം 2025 ഉദ്ഘാടനം സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം ഉദ്ഘാടനം ചെയ്തു. അതിലുപരിയായിട്ട്
ഒരു കലോത്സവം നടക്കുമ്പോൾ ഇവിടെ നിന്ന് കലോത്സവ വിജയികളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർ, കലോത്സവം വിജയം അതിൻ്റെ വിജയികളുമൊക്കെ ജനാധിപത്യ സ്വഭാവത്തിൽ ഉൾപ്പെടുന്നതാണ്. മത്സരിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവണം, അതിൽ ഒരു ടീമിന് സമ്മാനം കിട്ടുകയുള്ളൂ. നാടകമാണെങ്കിൽ 5-10 നാടകങ്ങൾ ഉണ്ടാവണം, അതുപോലെ ഭരതനാട്യം ഉണ്ടാവണം, കഥാപ്രസംഗം ഉണ്ടാവണം, ഓട്ടംതുള്ളൽ ഉണ്ടാവണം. ഇതൊക്കെ നടന്നാൽ മത്സരിക്കാൻ ഒരുപാട് മത്സരാർത്ഥികൾ വേണം. അപ്പോഴാണ് ജനാധിപത്യപരമായിട്ട് നിരവധി ആളുകളിൽ നിന്ന് ഒരാളെ അല്ലെങ്കിൽ ഒരു സംഘത്തെ നമ്മൾ തിരഞ്ഞെടുക്കുക. അത് ജനാധിപത്യപരമായ ഒരു പ്രക്രിയയാണ്. ഞങ്ങളുടെയൊക്കെ കാലത്ത് ശ്രീ M.R. ദിനേശൻ ഇവിടെ ഇരിപ്പുണ്ട്. അത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിലല്ല. M.R. ദിനേശൻ ഞങ്ങൾ തമ്മിൽ ആശയപരമായിട്ട് ഒരുപാട് വേദികളിൽ കോർത്ത് നിൽക്കുന്ന കൊമ്പ് കോർത്ത് നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ മനുഷ്യരെന്ന രീതിയിൽ എനിക്ക് ദിനേശനെ കഴിഞ്ഞും ദിനേശൻ എന്നെ കഴിഞ്ഞിട്ടുമാണ് സൗഹൃദങ്ങളുടെയൊക്കെ വലയങ്ങളുള്ളത്. PTA പ്രസിഡന്റ് UK ഗോപാലൻ അധ്യക്ഷനായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M.R. ദിനേശൻ മുഖ്യാതിഥിയായി. പ്രിൻസിപ്പാൾ SN ഷജറത്ത്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ്, പ്രധാന അധ്യാപിക PV ഷൈനി, SMC ചെയർമാൻ ഷീബ ശനീശൻ, PTA വൈസ് പ്രസിഡന്റ് ശ്രീജ അജയകുമാർ, ഹയർ സെക്കൻഡറി സീനിയർ അധ്യാപിക MS സ്മിത, ഹൈസ്കൂൾ സീനിയർ അധ്യാപിക അർച്ചന P. വിജയൻ, ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി MB ബിന്ദു, ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി BK ബഷീർ, സ്കൂൾ ലീഡർ PM കേദാർനാഥ്, സ്കൂൾ ചെയർപേഴ്സൺ മീനാക്ഷി സൂരജ് K, പ്രോഗ്രാം കൺവീനർ KG രാംലാൽ, സഹിത, സുഗന്ധി, സന്ധ്യ, റീന, ഷീജ, രമ്യ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം അംഗൻവാടികളിലേക്ക് കുട്ടികൾക്കായി ബെഡ്, അടുക്കള ഉപകരണങ്ങൾ, മിക്സി എന്നിവ വിതരണം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PK അനിത അധ്യക്ഷയായി. 6.5 ലക്ഷം രൂപയാണ് പദ്ധതി വിഹിതം. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ICDS സൂപ്പർവൈസർ സിന്ധു KK പദ്ധതി വിശദീകരണം നടത്തി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര അബ്ദുൽ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല, വാർഡ് മെമ്പർ ബിന്നി അറയ്ക്കൽ, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കിരൺ, ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബ്, കുടുംബശ്രീ ചെയർപേഴ്സൺ മീന രമണൻ, സാക്ഷരതാ പ്രേരക മിനി, പാലിയേറ്റീവ് നഴ്സ് മഞ്ജുഷ, പാലിയേറ്റീവ് സ്റ്റാഫ് ജെന്നി EPS, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ KS അനീഷ എന്നിവർ സംസാരിച്ചു. വ്യത്യാസങ്ങളില്ലാതെ ഒരുമിച്ച് ഇടപഴകിക്കൊണ്ട് മുന്നേറുന്ന ഒരു സ്ഥലമാണ് അംഗനവാടി എന്ന് പറയുന്നത്, അല്ലേ? ഈ അംഗനവാടി എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മുടെ പഞ്ചായത്തുകളിൽ ഈ നമ്മുടെ വീടുകളിൽ അമ്മമാരെ കണ്ട് അവർ കുറേ നേരമൊക്കെ ഇരിക്കുമ്പോൾ ഈ കുരുത്തക്കേടൊക്കെ ഒപ്പിക്കും, അല്ലേ? പക്ഷെ അംഗനവാടിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരമ്മമാരെ പോലെ അല്ലെങ്കിൽ അമ്മമാരെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളെയാണ്, നിങ്ങളെ ഓരോ അധ്യാപകരെയാണ്. പലപ്പോഴും നമ്മൾ വീഡിയോസ് കാണാറുണ്ട്, എല്ലാ വിഷമങ്ങളും കൊച്ചു കൂട്ടുകാരടക്കം വന്ന് പറയുന്നത് ആരോടാ? അധ്യാപകരായിട്ടുള്ള നിങ്ങളോടാണ്, അല്ലേ? എല്ലാ കാര്യങ്ങളും. എന്തിനേറെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഇത്രയും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് പോലും അത് പരിഗണനയ്ക്ക് എടുത്തുകൊണ്ട് 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ വാക്ക് പരിഗണനയ്ക്ക് എടുത്തുകൊണ്ട് ഇപ്പൊ ബിരിയാണി വേണം, കോഴിക്കാല് വേണം എന്ന് പറഞ്ഞ കുട്ടികളുടെ വാക്ക് പോലും നമ്മുടെ ആരോഗ്യമന്ത്രി അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് അതൊരു പദ്ധതിയായി മാറ്റി എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവരുടെ മുന്നോട്ട് പോക്ക് എന്ന് പറയുന്നത്, അല്ലേ? അഴീക്കോടൻ രാഘവൻ 53ാമത് രക്തസാക്ഷി ദിനാചരണം CPM തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി സുരേഷ് മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ശാന്തി ഭാസി, VR ഷിജിത്ത്, ഹേമലത പ്രതാപൻ, സബിത്ത് AS, ഗിരീഷ് മാത്തുക്കാട്ടിൽ, ഓമന മധുസൂദനൻ, PB നിലേഷ്, AA യൂസഫ് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇബ്രാഹിം പടുവിങ്ങൽ, EK ചന്ദ്രൻ, ബഷീർ വലിയകത്ത്, PS ദിനേശൻ, സുൽഫിക്കർ, തുളസി എന്നിവർ നേതൃത്വം നൽകി. മധുരകം പഞ്ചായത്തിൽ പട്ടികജാതി കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. 2025-26 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50,000 രൂപ വകയിരുത്തിയാണ് അർഹരായ ഗുണഭോക്താക്കൾക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് TS രാജു അധ്യക്ഷനായി. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ഗുണഭോക്താക്കൾ എന്നിവർ പങ്കെടുത്തു. ചെറിയൊരു പ്രശ്നമാണ് നമുക്ക് നേരിടുന്നത്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും നമ്മൾ നല്ല രീതിയിൽ തന്നെ ഈ പദ്ധതി നടപ്പിലാക്കി പോകാറുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമുള്ള മറ്റെല്ലാ പദ്ധതികളും SC വിഭാഗങ്ങളെ അവരെ ഉയരത്തിലേക്ക് അവരുടെ മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം തീർക്കുന്നതിന് വേണ്ടിയിട്ട്
നമ്മൾ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതിലേറ്റവും ബൃഹത്തായിട്ടുള്ളൊരു പദ്ധതിയാണ് ടാങ്ക് വിതരണം. പെരിഞ്ഞനം RMVHS സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഗോൾഡൻ ഏജ് ഓഫ് RMVHS 90, 91, 92 ബാച്ചുകളുടെ ഓണാഘോഷവും സംഗമവും നടത്തി. സ്കൂളിൽ നടന്ന സംഗമം സ്കൂളിലെ പൂർവ്വ അധ്യാപകനും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ TK ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രൂപ്പ് അംഗം അബ്ദുൾ ഷാഹിർ അധ്യക്ഷനായി. സ്കൂൾ പ്രധാനാധ്യാപിക B. ബീബ, റിട്ടയേർഡ് അധ്യാപകരായ അശോകൻ, രാമനാഥൻ, സുജാത, രമ, ലൈല, ഗ്രൂപ്പ് അംഗങ്ങളായ നൂറുദ്ദീൻ, MU നൌഷാദ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ റിട്ടയേർഡ് അധ്യാപിക ഗീതയുടെ അകാല മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. തുടർന്ന് വിവിധ കലാപരിപാടികളും ഗെയിം ഷോകളും അരങ്ങേറി. പഴയ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് പഴയ രീതിയിൽ തന്നെ നടന്നു പോകുന്ന RM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഞങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷവുമുണ്ട്, പ്രയാസമുണ്ട്. സ്കൂള് വലിയ നന്മയുള്ള മികവേറിയ കെട്ടിടമായി മാറിയില്ല എന്നുള്ള വിഷമവും തന്നെ നമുക്ക് ഓർമ്മയിൽ സൂക്ഷിച്ചിരുന്ന ആ ക്ലാസ് മുറികളും ആ ഓഫീസ് മുറിയും ഒക്കെ അതേപോലെ നിൽക്കുന്നു എന്നുള്ള സന്തോഷമുണ്ട്, പ്രയാസമുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള അധ്യാപക വിദ്യാർത്ഥി കൂട്ടായ്മകൾ എനിക്ക് തോന്നുന്നു പെരിഞ്ഞനം സ്കൂളിലെ മറ്റ് സ്കൂളുകളിൽ അല്പം കൂടുതൽ നടക്കുന്നു ഇവിടെ എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഷാഹിർ പഴയ കാലത്തൊക്കെ ഒരു ഓർമ്മിച്ചപ്പോൾ എനിക്കും യഥാർത്ഥത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ സന്തോഷവും. മണിയറയിൽ മധുനുകരൻ പണ്ടാഴ്ച മഞ്ഞുമാരൻ മനതാരിൽ മധുരത്തെ മഹറായി നിറഞ്ഞു രാവിൽ വാർമുടിയിൽ മാരൻ പൊട്ടുണർത്തും പൂമടിയിൽ മെല്ലെ ചാഞ്ഞുറങ്ങും കണ്ണും കരളും നിനക്ക് നൽകും മണ്ണിൽ സുവർഗ സുഖം നീ പുൽകും ഉള്ളിൽ തേനും പാലും ഒഴുകും മധുരം തേടും നാട്. ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടമുഖം സെന്ററിൽ നടന്ന അഴീക്കോടൻ രാഘവൻ അനുസ്മരണ സമ്മേളനം നാട്ടിക ഏരിയ കമ്മിറ്റി അംഗവും തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റുമായ KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം ഷൈന മുഹമ്മദ് അധ്യക്ഷയായി. TN ഉദയകുമാർ, റെജീന രാജു, PM ഹുസൈൻ, RK സൈനുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം നോക്കാം മറ്റു വാർത്തകൾ. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ.
അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാഴൂർ ശ്രീനിവാസൻ വൈദ്യർ മെമ്മോറിയൽ ആയുർവേദ ആശുപത്രിയിൽ ദേശീയ ആയുർവേദ ദിനം ആചരിച്ചു. ദിനാഘോഷത്തിന്റെ ഭാഗമായി വലപ്പാട് സ്കൂളിലെ NSS വിദ്യാർത്ഥികൾക്ക് ആയുർവേദ ദിനത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും ആയുർവേദ ചികിത്സാ രീതികളുടെ പ്രദർശനവും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ, ഡോക്ടർ ദൃശ്യ, ഡോക്ടർ രാകേഷ്, HMC അംഗം RM മനാഫ്, വിദ്യാർത്ഥികൾ, അധ്യാപകർ, ആശുപത്രി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. പുറത്തുള്ള ആളുകളെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദേശീയ ആയുർവേദ ദിനത്തിൻ്റെ ഈ പ്രത്യേകത. ഓരോ വർഷവും ഓരോ ക്യാപ്ഷൻ വെച്ചുകൊണ്ടാണ് ആയുർവേദ ദിനം നമ്മൾ ആചരിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമ്മൾ ആയുർവേദം എന്നുള്ളൊരു ചികിത്സാ രീതി അവലംബിക്കുന്നത് രോഗപ്രതിരോധത്തിനും കൂടിയിട്ടാണ്. രോഗപ്രതിരോധം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഞ്ചക്ഷൻസ് ചെയ്യാറുണ്ട്. നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു രോഗത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ രോഗം വരില്ല എന്നുള്ളതല്ലേ നമ്മുടെ കാഴ്ചപ്പാട്. പക്ഷേ ആയുർവേദത്തിൻ്റെ രോഗപ്രതിരോധം എന്ന് പറയുന്നത് തീർത്തും ആ രോഗം വരില്ല എന്നുള്ളതല്ല, അത്രത്തോളം നമുക്ക് ആരോഗ്യം നമ്മൾ ആ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ ആരോഗ്യം ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ പ്രതിരോധ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ആയുർവേദ ദിനത്തിൽ നമ്മൾ ഇന്ന് വലപ്പാട് ഹൈസ്കൂളിലെ NHS വിദ്യാർത്ഥികളെ വിളിക്കാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹോസ്പിറ്റലിനെ പരിചയപ്പെടുത്തുക. നമ്മൾ എല്ലാവരും വലപ്പാട് പഞ്ചായത്തിലെ വിദ്യാർത്ഥികളായിരിക്കില്ല. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരവം 2025 സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തക ശ്രീനിത കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷനായി. നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായി. പ്രിൻസിപ്പൽ PK ശ്രീജിഷ്, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ VB സജിത്ത്, പ്രധാനാധ്യാപകൻ KS കിരൺ, ഡെപ്യൂട്ടി HM KS ബിന്ദു, അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, SRG കൺവീനർ ബിജു മോഹൻ ബാബു, LP വിഭാഗം പ്രധാനാധ്യാപിക VV അമ്പിളി, LP അഡ്മിനിസ്ട്രേറ്റർ PK മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നമ്മുടെ സ്വന്തം നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സ്കൂളിൽ വന്നു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലില്ല. അതിനേക്കാളും വലിയ സന്തോഷം വേറെ ഒന്നുമില്ല. മനസ്സ് നിറഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. വരുന്ന വഴി ഞാൻ ബിജുമാഷിന്റെ കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ വരുന്ന വഴി അവിടെ തൊട്ടേ ഇങ്ങോട്ട് ഓർമ്മകളാണ്. ഞാൻ സൈക്കിളിലാണ് വന്നുകൊണ്ടിരുന്നത്. വേറെ 2 കൂട്ടുകാരികൾ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ നിരന്ന സൈക്കിളോട്ട് നാട്ടുകാരിനെ ചീത്തേക്കും, ഇവിടെ വരുമ്പോൾ മാഷിനെ ചീത്തേക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരുന്നത്. SNDP യോഗം എടമുട്ടം സെന്റർ ശാഖ ശ്രീനാരായണ ഗുരുദേവ മഹാസമാധി ദിനാചരണം നടത്തി. ഗുരുമന്ദിരത്തിൽ ദീപാർപ്പണം, ഗുരുധ്യാനം, SNS സമാജം ഗുരുദേവ ക്ഷേത്രത്തിൽ മേൽശാന്തി സന്ദീപ് ശാന്തിയുടെ കാർമ്മികത്വത്തിൽ ഗുരുപൂജ, പ്രാർത്ഥനാ യോഗം എന്നിവ നടന്നു. പ്രാർത്ഥനാ യോഗത്തിൽ ശാഖാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടച്ചാലി അധ്യക്ഷത വഹിച്ചു. ശാഖാ സെക്രട്ടറി മഹാദേവൻ പാണപറമ്പിൽ, SNS സമാജം വൈസ് പ്രസിഡന്റ് ജിതേഷ് കാരയിൽ, ശാഖാ എക്സിക്യൂട്ടീവ് അംഗം ദേവദാസ് ഈരേഴത്ത്, യൂണിയൻ കമ്മിറ്റി അംഗം പ്രദീപ് തോട്ടുപുര, ശാഖാ എക്സിക്യൂട്ടീവ് അംഗം സുജിന്ത് പുല്ലാട്ട്, മോഹൻദാസ് വടക്കഞ്ചേരി, രഘുലാൽ വടക്കഞ്ചേരി, ഗിരിജ പ്രജ്ഞൻ, സുഗുണൻ മണ്ടാമ്പുള്ളി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗുരുകൃതികളുടെ ആലാപനം, ഗുരുസ്തുതി, ഗുരുപുഷ്പാഞ്ജലി, സമാധിഗാനം, അന്നദാനം എന്നിവയുമുണ്ടായിരുന്നു. വാടനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവവും എൻഡോമെന്റ് വിതരണവും നടത്തി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് RA ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. നാടൻപാട്ട് കലാകാരൻ സത്യദേവൻ എറവ് വിശിഷ്ടാതിഥിയായി സംബന്ധിച്ചു. പ്രിൻസിപ്പൽ PM കണ്ണൻ, പ്രധാനാധ്യാപകൻ BM ഹനീഫ, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാലു, PTA വൈസ് പ്രസിഡന്റ് സഫൂറ മനാഫ്, MPTA പ്രസിഡന്റ് ഷെറീന,
OSS സെക്രട്ടറി RK മുഹമ്മദ് അലി, വികസന സമിതി ചെയർമാൻ BB അഹമ്മദ്, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ആശ, സ്റ്റാഫ് സെക്രട്ടറിമാരായ മീര P. മാത്യു, VR സ്മിത, വികസന സമിതി കൺവീനർ ഷൈന മുഹമ്മദ്, സ്കൂൾ ചെയർമാൻ KB അമീൻ മുഹമ്മദ്, സ്കൂൾ ലീഡർ BY അബ്ഷിൻ ഫാത്തിമ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങൾ അരങ്ങേറി. സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ കളിച്ച് വളർന്ന് അല്ല അവരാരും വിജയികളായത്. അത് സ്കൂളിൻ്റെ പുണ്യം കൊണ്ടുണ്ടായ ഒരു നേട്ടമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ നമ്മുടെ സ്കൂളിന് ഒരു കളിസ്ഥലം ഉണ്ടാക്കുന്നതിന് വേണ്ടി കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്മിറ്റി ആദ്യ തീരുമാനങ്ങളിലൊന്ന് എല്ലാ വിദ്യാർത്ഥികളുടെ വീടുകളിലും ഒരു കാശിക്കുടുക്ക സ്ഥാപിക്കുക എന്നുള്ളതാണ്. കാലിക്കറ്റ് സർവകലാശാലയുടെ ക്ലിനിക്കൽ സൈക്കോളജിയിൽ 6ാം റാങ്ക് കരസ്ഥമാക്കിയ നമ്പിക്കടവ് സ്വദേശി ഐശ്വര്യ തിലകനെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഭഗീഷ് പൂരാടിന്റെ നേതൃത്വത്തിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ പ്രേംദാസ് പുളിക്കൽ, PV ശശികുമാർ, സജീഷ് മഞ്ചരമ്പത്ത് എന്നിവർ സംബന്ധിച്ചു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ ക്ഷേത്രസന്നിധിയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവത്തിന് വ്യാഴാഴ്ച തിരിതെളിയും. സെപ്റ്റംബർ 25 മുതൽ 28 വരെ സംഗീതോത്സവം, 29 മുതൽ ഒക്ടോബർ 2 വരെ നൃത്തോത്സവം എന്നിവ നടക്കും. 7 ദിവസം നീണ്ടുനിൽക്കുന്ന നവരാത്രി നൃത്ത സംഗീതോത്സവത്തിന് ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ഭദ്രദീപം തെളിയിക്കും. നർത്തകി രൂപ കിരൺ അവതരിപ്പിക്കുന്ന ഭരതനാട്യം, ആലിങ്ങലമ്മ പെരിഞ്ഞനം അവതരിപ്പിക്കുന്ന വീരനാട്യം, കൈഷോരി അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി, ദേവകൃഷ്ണ അവതരിപ്പിക്കുന്ന കീബോർഡ് അവതരണം, ജനപ്രിയ കലാരൂപങ്ങൾ എന്നിവയുണ്ടാകും. വിജയദശമി ദിവസം കാനാടിക്കാവ് മഠാധിപതി വിഷ്ണു ഭാരതീയ സ്വാമികളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന വിദ്യാരംഭ ചടങ്ങിൽ പ്രശാന്ത് നായർ IAS, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തിരുമേനി പുന്നപ്പുള്ളിമന തുടങ്ങിയവർ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കും. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നൃത്തസംഗീത പരിപാടികൾ നടക്കും. തൃത്തല്ലൂർ ശങ്കരമംഗലം ക്ഷേത്രത്തിന് എതിർവശം താമസിക്കുന്ന അറക്ക വീട്ടിൽ പരേതനായ കൊച്ചു മുഹമ്മദിന്റെ മകൻ മുഹമ്മദ് ഖനീഫ നിര്യാതനായി. 79 വയസ്സായിരുന്നു. ഖദീജയാണ് ഭാര്യ. നജ്മുദ്ദീൻ, നദീറ, നജ്മ, ഷജ്ന എന്നിവർ മക്കളാണ്. വാടനപ്പള്ളി കരിഞ്ചറ്റ നാരായണന്റെ മകൻ പ്രേമൻ നിര്യാതനായി. 72 വയസ്സായിരുന്നു. പ്രദീപ്, രതീഷ്, രാജേഷ് എന്നിവർ മക്കളും അനീഷ, ആഷ എന്നിവർ മരുമക്കളുമാണ്. പെരിങ്ങോട്ടുകര കിഴക്കുമുറി വായനശാല ATC റോഡിന് സമീപം പൊറ്റേക്കാട്ട് സുധാകരന്റെ ഭാര്യ വിമല നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വോട്ട് ചോരി ജനാധിപത്യ ധ്വംസനത്തിനെതിരെ ജനാധിപത്യ സംരക്ഷണ വേദിയുടെ നൈറ്റ് മാർച്ച്. വിവിധ കേന്ദ്രങ്ങളിൽ അഴീക്കോടൻ രാഘവൻ അനുസ്മരണം. തളിക്കുളത്ത് അംഗൻവാടികളിലേക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.